ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു, മുസ്ലിമായ മനുഷ്യൻ ഒരു വുദു എടുത്താൽ, നടന്നുപോയാൽ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഈ പറയാൻ പോകുന്നത്. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു, ഒരു മുസ്ലിമായ മനുഷ്യൻ വുദു എടുത്തു, ഫഗസല വജ്ഹഹു, മുഖം കഴുകിയാൽ, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നദറ ഇലൈഹി ബിഐനൈഹി മഅൽ മാ ഔ മഅ ആഖിരി ഖത്രിൽ മാ. മുഖം വുദു എടുക്കാൻ മുഖം കഴുകൂലേ? മുഖം ഫറളായ ഭാഗമാണ്. നിയത്ത് കഴിഞ്ഞാൽ പിന്നെ ഫറള് മുഖമാണ്. മുഖം കഴുകി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട്, ചുണ്ടുകൊണ്ട്, മൂക്കുകൊണ്ട്, നെറ്റികൊണ്ട് ഒക്കെ നമ്മൾ ചെയ്തു പോയ ചെറുദോഷങ്ങൾ ആ വെള്ളം ഇങ്ങനെ ഉറ്റുന്നതോടുകൂടെ ഇങ്ങനെ ഉറ്റുപോകുന്നതാണ്. യാ അല്ലാഹ്, ബോധം വേണം കേട്ടോ. ബോധമല്ലാണ്ട് ഒന്നെടുത്തിട്ട് കാര്യമില്ല. എൻ്റെ റസൂല് പറഞ്ഞ ഹദീസാണിത്. മുഖം ഞാൻ കഴുകുന്നതോടുകൂടെ എൻ്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റ് അല്ലാഹു എനിക്ക് പുറത്തു തരും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇദാ ഗസല റിജ്ലൈ, രണ്ട് കാലും അങ്ങനെ കഴുകുകയാണെങ്കിൽ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല, തെറ്റിലേക്ക് നടന്നു പോയത്. ഖറജത് കുല്ലു ഖതീഅത്തിൻ മശത്ഹാ റിജ്ലാ, അവന്റെ രണ്ട് കാലുകൾ കൊണ്ട് ചെയ്ത തെറ്റുകളെല്ലാം മഅൽ മാ ഔ മഅ ആഖിരി ഖത്രിൽ മാ, കാല് കഴുകുന്ന വെള്ളത്തോടുകൂടെ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളികളോടുകൂടെ കാലുകൊണ്ട് ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. തിന്മയിലേക്ക് നടന്നുപോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. ഹത്താ യഖ്റുജ നഖിയ്യം മിനദ്ദുനൂബ്, വുദു എടുത്ത് കഴിയുമ്പോഴേക്കും തെറ്റുകൾ പൊറുക്കപ്പെട്ടവരായിട്ടാണ് അവർ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയത് കാല് കഴുകുന്നതോടുകൂടെ വല്ലവർ കൈ കൊണ്ട് ചെയ്ത് കൈ കഴുകുമ്പോൾ, കണ്ണും മുഖവും കൊണ്ട് ചെയ്ത് മുഖം കഴുകുമ്പോൾ, യാ അല്ലാഹ്, തല തടവുമ്പോൾ തലയിൽ നമ്മൾ ചിന്തിച്ചു പോയ തെറ്റുകൾ ഇതൊക്കെ അല്ലാഹു മാപ്പ് തരുന്നുണ്ട്. ആ ഹദീസ് ഓർത്തുകൊണ്ട് തന്നെ ചെയ്തോളൂ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثم كان مشيه الى المسجد وصلاته, ഇങ്ങനെ വുദു എടുത്താൽ തന്നെ അവർ ശുദ്ധിയായി. എന്നിട്ട് പിന്നെ അവർ പള്ളിയിലേക്ക് നടക്കുന്നതും അവിടെ നിസ്കരിക്കുന്നതും